ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ നമ്മൾ പലരും വീടുകളിൽ എണ്ണ കാച്ചി കാച്ചെണ്ണ ഉണ്ടാക്കി തേക്കുന്നവരാണ്. മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ പലരും ഇത് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ കറക്റ്റ് അല്ലാതെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പാകവും അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന മരുന്നിൻ്റെ അളവും ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി കൂടുന്നതിന് പകരം മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇങ്ങനെ എണ്ണ തയ്യാറാക്കുമ്പോൾ അത് തേക്കാൻ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന എണ്ണയുടെ പാകവും അതുപോലെ തന്നെ അതിൽ ചേർക്കേണ്ട മരുന്നുകളുടെ അളവുകളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മുഴുവനായിട്ട് കാണുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എണ്ണ കാച്ചുമ്പോൾ, നമ്മൾ വീടുകളിൽ എണ്ണ കാച്ചുമ്പോൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് മുടിക്ക് നല്ലതെന്ന് പറയുന്ന കുറേ മരുന്നുകൾ എടുത്തിട്ട് എണ്ണയിൽ ഇടും. ഒന്നുകിൽ അത് അരച്ചിട്ടിടും, ചിലത് അതുപോലെ തന്നെ ചേർക്കും, ചിലത് പൊടിയായിട്ട് ചേർക്കും. അങ്ങനെയാണ് എണ്ണയിലിട്ട് കാച്ചാറുള്ളത്. പക്ഷേ ഇങ്ങനെയല്ല പ്രോപ്പറായിട്ട് എണ്ണ കാച്ചേണ്ടത്. ആയുർവേദത്തിൽ ഇതിന് ഒരു വിധിയുണ്ട്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെയാണ് പ്രഗത്ഭരായിട്ടുള്ള പല ബ്രാൻഡ്സും എണ്ണ ഇറക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മളിന്ന് നോക്കുന്നത്. അതായത് നിങ്ങൾ ചേർക്കുന്ന ഔഷധങ്ങൾ ഒരു പാർട്ട് എടുക്കുക. ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളത് ഒരു ഭാഗം ഔഷധങ്ങൾ അരച്ചിട്ടാണ് എടുക്കേണ്ടത്. ഇതിനെ കൽക്കം എന്നാണ് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്നത്. കൽക്കമായിട്ടാണ് നമ്മൾ മരുന്ന് എടുക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിളായിട്ട് ഇപ്പം നെല്ലിക്കയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നെല്ലിക്ക നിങ്ങൾ ഒരു 100 ഗ്രാം നെല്ലിക്കയാണ് എടുക്കുന്നതെങ്കിൽ 100 ഗ്രാം നെല്ലിക്ക നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി ഇതിന് വേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയാണ്. നിങ്ങൾക്ക് എള്ളെണ്ണ ഉപയോഗിക്കാം, അതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഏത് എണ്ണയാണെങ്കിലും നിങ്ങളെടുത്ത മരുന്നിൻ്റെ, അതായത് ഈ കൽക്കം എടുത്തതിൻ്റെ 4 ഇരട്ടിയാണ് നിങ്ങൾ എണ്ണ എടുക്കേണ്ടത്. അതായത് ഏത് എണ്ണയാണെങ്കിലും അതിൻ്റെ 4 ഇരട്ടി നിങ്ങൾ എടുക്കണം. നമ്മളിപ്പോൾ നെല്ലിക്ക 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ 100ൻ്റെ 4 ഇരട്ടി 400 ഗ്രാമാണ് നിങ്ങൾ എണ്ണ എടുക്കേണ്ടത്. 400 ml എണ്ണ നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഇതിൽ ചേർക്കേണ്ടത് വെള്ളം ചേർക്കണം. ഇത് പലർക്കും പറയുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നാം. എണ്ണ കാച്ചുമ്പം നമ്മൾ ആരും വീടുകളിൽ എണ്ണ കാച്ചുമ്പോൾ വെള്ളം ഒഴിക്കാറില്ല. പക്ഷേ ആയുർവേദ വിധിപ്രകാരം കാച്ചുമ്പോൾ അതിൽ ഈ നമ്മൾ എടുത്തിട്ടുള്ള ഡ്രഗിൻ്റെ, അതായത് മരുന്നിൻ്റെ 16 ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ടാണ് എണ്ണ കാച്ചാറുള്ളത്. ഈ വെള്ളത്തിന് പകരം വെള്ളം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പാൽ ഉപയോഗിക്കാം. ആട്ടിൻ പാലൊക്കെ മുടിക്ക് വളരെ നല്ലതാണ്. ആട്ടിൻ പാലൊക്കെ ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചാറുണ്ട്. പാൽ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നിനെ തന്നെ കഷായമായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ ആണെങ്കിലും ഇത് മരുന്നിൻ്റെ 16 ഇരട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് വെള്ളമാണ്. എല്ലാവർക്കും ഉപയോഗിക്കാൻ എളുപ്പത്തിൽ പറ്റുന്നത് വെള്ളമാണ്. കഷായമൊക്കെ ആണെങ്കിൽ നിങ്ങൾ തലേന്ന് തന്നെ കഷായം പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടി വരും. എണ്ണ കാച്ചുന്നതിന് ഒരു ദിവസം മുമ്പ് കഷായം ഉണ്ടാക്കി വെക്കേണ്ടി വരും. കഷായം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നെല്ലിക്ക ഉപയോഗിച്ചിട്ടാണ് എണ്ണ ഉണ്ടാക്കുന്നതെങ്കിൽ നെല്ലിക്ക എടുക്കുക. ഒരു പാട്ട് ഇപ്പം 100 ഗ്രാം നെല്ലിക്ക എടുക്കുക. അതിലോട്ട് നിങ്ങളതിൻ്റെ 16 ഇരട്ടി വെള്ളം ചേർക്കുക. എന്നിട്ട് അത് തിളപ്പിക്കുക. ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ച് അത് 4 പാർട്ടായിട്ട് കുറക്കുക. 4ൽ 1 ഭാഗമായിട്ട് കുറച്ചെടുക്കുക. ഇതാണ് കഷായം. ഈ കഷായവും നിങ്ങൾക്ക് അതിലോട്ട് ചേർക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്താലും മതി. ഇങ്ങനെ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ 100 ഗ്രാം നെല്ലിക്ക എടുത്തു, 100 ഗ്രാം നെല്ലിക്കയുടെ പേസ്റ്റ് എടുത്തു. അതിലോട്ട് നിങ്ങൾ അതിൻ്റെ 4 ഇരട്ടി, അതായത് 400 ml എണ്ണ എടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടത് 1600 ml വെള്ളമാണ്. അതായത് 16 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ എണ്ണ കാച്ചി എടുക്കേണ്ടത്. എണ്ണ കാച്ചുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ അരച്ചെടുത്ത പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചൂടാക്കി തുടങ്ങുക. ചൂടായി വരുമ്പോൾ അതിലോട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് വറ്റി ഒരു ഫുള്ള് ഈ വെള്ളമൊക്കെ മാറി വരുന്ന സമയത്താണ് ശരിക്കും ഈ മരുന്നിൻ്റെ ഫുൾ എഫക്റ്റും ആ എണ്ണയിലോട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് എണ്ണയിൽ മാത്രം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഉള്ള എല്ലാ കോമ്പണൻസും നമ്മുടെ എണ്ണയിലേക്ക് ശരിക്കും എത്തുന്നില്ല. അപ്പോൾ ശരിയായ രീതിയിൽ എണ്ണ കാച്ചേണ്ട രീതി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇനി എണ്ണ കാച്ചുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഈ ഹെർബ് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിലുള്ള വാട്ടർ സോല്യബിൾ ആയിട്ടുള്ള കോമ്പണൻസും അതുപോലെ തന്നെ ഫാറ്റ് സോല്യബിൾ ആയിട്ടുള്ള കോമ്പണൻസും ആ എണ്ണയിലോട്ട് മിക്സ് ആവും. എണ്ണയിലേക്ക് ഫാറ്റ് സോല്യബിൾ ആയതും അതുപോലെ വെള്ളത്തിലേക്ക് അതിൻ്റെ വാട്ടർ സോല്യബിൾ ആയിട്ടുള്ള കോമ്പണൻസും
വരുന്നത് കൊണ്ട് തന്നെ ആ മരുന്നിൻ്റെ പൂർണ്ണമായ എഫക്റ്റ് നമുക്ക് ആ എണ്ണയിൽ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു മരുന്നല്ല, അതിന് പകരം 2 അതിലധികമോ മരുന്നുകൾ നിങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് വയ്ക്കുവാണെങ്കിൽ അതും ഇപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് ആ മൊത്തമായിട്ട് ഒരു പാട്ടായിട്ടാണ് കണക്കാക്കേണ്ടത്. അതിൻ്റെ 4 ഇരട്ടിയാണ് എണ്ണ ചേർക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നെല്ലിക്ക ഞാൻ നേരത്തെ പറഞ്ഞു, നെല്ലിക്കയും അതിൻ്റെ കൂടെ ബ്രഹ്മിയും നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ ബ്രഹ്മിയും നെല്ലിക്കയും കൂടെയാണ് 100 ഗ്രാം എടുക്കേണ്ടത്. എന്നിട്ടാണ് 400 ഗ്രാം എണ്ണ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അത് രണ്ടും 100 ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ അത് 200 ഗ്രാമായി. അപ്പോൾ അതിൻ്റെ 4 ഇരട്ടി, അതായത് 200 × 4, അപ്പോൾ അത് 800 ml നിങ്ങൾ എണ്ണ എടുക്കണം. അങ്ങനെയാണ് നിങ്ങൾ കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ വരുന്നത് 1:4:16. ഈ ഒരു റേഷ്യോയിലാണ് മരുന്നും എണ്ണയും അതുപോലെ വെള്ളവും ചേർക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എണ്ണയുടെ ഒരു പാകമാണ്. ഈ എണ്ണക്ക് നമ്മൾ സ്നേഹപാകം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതിൻ്റെ പാകം മാറി തേക്കുവാണെങ്കിൽ ചിലപ്പോൾ മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വരെ ഉണ്ട്. അപ്പോൾ ഇതിനുള്ള കറക്റ്റ് പാകം എങ്ങനെയാണെന്ന് നോക്കാം. 3 പാകമാണ് എണ്ണക്കുള്ളത്: മൃദുപാകം, മധ്യമപാകം, ഖരപാകം. ഇങ്ങനെയാണ് 3 പാകങ്ങൾ. അതിലെ മൃദുപാകം എന്ന് പറയുമ്പോൾ അത് നമുക്ക് അതിൻ്റെ അടിയിൽ വരുന്ന കൽക്കം ഒരു ചെളി പാകം പോലെയാണ് ഉണ്ടാവുക. നമ്മളത് കൈ കൊണ്ടെടുത്ത് തൊടുമ്പോൾ കയ്യിൽ ഒട്ടിപ്പോവും. അതുപോലെ തന്നെ അത് നമുക്കിങ്ങനെ വൃത്തിയായി ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. കയ്യിലിങ്ങനെ പറ്റി വരും. ഇനി അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് നിങ്ങൾ തീയിലിടുവാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അതിലുള്ള മോയ്സ്ചർ കണ്ടന്റ് മുഴുവനായി പോയിട്ടുണ്ടാവില്ല. ഇതാണ് മൃദുപാകം. ഇതൊരിക്കലും തേക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ആയുർവേദത്തിൽ ഇത് നസ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മൃദുപാകമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് മധ്യമ പാകമാണ്. ഈ മധ്യമ പാകം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനടിയിലുള്ള കൽക്കം എടുത്ത് ഉരുട്ടുമ്പോൾ സ്റ്റിക്കി ആയിരിക്കും. പക്ഷെ നമ്മളത് ഉരുട്ടുമ്പോൾ അത് ഉരുളയായി ഒരു വർത്തി പോലെ ഉരുണ്ടുരുണ്ട് നമ്മളെ കൈകളിൽ പറ്റാതെ നല്ല രീതിയിൽ ഉരുണ്ട് കിട്ടുന്നതാണ്. ഇതാണ് മധ്യമപാകം. ഈ ഒരു പാകത്തിലാണ് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കേണ്ട എണ്ണകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആയുർവേദത്തിൽ പാനത്തിനും അതുപോലെ തന്നെ വസ്തിക്കുമുള്ള എണ്ണയാണ് മധ്യമപാകത്തിൽ ഉണ്ടാക്കാറുള്ളത്. ഇനി അടുത്തത് എന്ന് പറയുന്നതാണ് ഖരപാകം. ഈ പാകത്തിലുള്ള എണ്ണയാണ് നമുക്ക് പുറത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണ. അത് നിങ്ങൾക്ക് മുടിക്കായാലും ദേഹത്താണെങ്കിലും നമ്മൾ ഈ ഖരപാകമായിട്ടുള്ള എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഖരപാകം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ വർത്തി പാകം കഴിഞ്ഞ് കുറച്ചും കൂടെ നമ്മളത് ചൂടാക്കുമ്പോൾ അതിനടിയിൽ നല്ല തരി പോലെ, അതായത് നമുക്ക് കൈകൊണ്ട് തൊടുമ്പോൾ ഒരു മണൽത്തരി പോലെയുള്ള പാകത്തിലായി വരും ഇതിൻ്റെ കൽക്കം. ഇതിനെയാണ് നമ്മൾ ഖരപാകം എന്ന് പറയുന്നത്. ഈ ഒരു പാകത്തിലാണ് നിങ്ങൾക്ക് തലയിൽ തേക്കാനുള്ള എണ്ണ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഈ പാകം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ ഈ മൃദുപാകത്തിലുള്ള എണ്ണയൊക്കെയാണ് തേക്കുന്നതെങ്കിൽ മുടി വളരുന്നതിന് പകരം നിങ്ങളുടെ മുടി കൊഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 കാര്യങ്ങളും ഇനി എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കുക. പലരും എന്നല്ല, മിക്കവാറും പേര് വീടുകളിൽ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 കാര്യങ്ങളും ഇനി മുതൽ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇനി ചെയ്തിട്ട് എന്താണ് മാറ്റം എന്നുള്ളത് നിങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്